കോയിൻ നോക്കുക കണ്ടതുണ്ടോ? ചെമ്പുകോയിനല്ലേ? അപ്പൊ ഇവിടെ വരാൻ കാര്യം പറഞ്ഞു ഐതിഹ്യം നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഇവന്മാര് ആരാണ്ടൊക്കെ പിള്ളേർ വന്ന് കയറിയിട്ടുണ്ട് കേസ്. അപ്പൊ ഇവിടെ കണ്ട ഈ കൈതച്ചക്ക ഇവന്മാര് പറിച്ച് തിന്നതിന് ശേഷം നാക്കിൽ കൂടെ ചോര വന്നെന്നും ഇത് കണ്ടോ, അടിപൊളിയല്ലേ കുന്നും കാര്യങ്ങളൊക്കെ. ഹലോ മച്ചാന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഞങ്ങളുടെ അടുത്തുള്ള നമ്മുടെ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീട്ടുകാരും അമ്മയൊക്കെ നമ്മളിങ്ങനെ ചോറ് കഴിക്കാനൊക്കെ പേടിപ്പിക്കുന്ന ഓരോ സ്ഥലങ്ങൾ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മലയുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ ഉമ്മിക്കുന്ന് മല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ മണ്ണൊക്കെ എടുത്തിട്ട് നമുക്ക് വണ്ടിയൊക്കെ ആയിട്ട് കയറി പോകാൻ പറ്റുന്ന രീതിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ കയറിയിട്ടേ ഇല്ല കേട്ടോ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ എന്നാണ് നമ്മുടെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ ഉമ്മിക്കുന്ന് മല കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബൈക്കേ കയറാൻ പറ്റുവാന്നുണ്ടെങ്കിൽ കയറി നോക്കാം. പിന്നെ നമ്മുടെ സന്തോഷമായിട്ടും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് ഞങ്ങൾ ഉമ്മിക്കുന്ന് മല എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. അടിയെ കുറച്ച് കാണാം. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി എന്ന് വെച്ചാൽ നല്ല കാറ്റും നല്ല ആംബിയൻസ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതേപോലെ തന്നെ മേളോട്ട് കയറാറുണ്ട്. അങ്ങോട്ട് കയറുക ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടൊന്നും കാണത്തൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഇതിന്റെ തൊട്ടടുത്ത് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല ഞങ്ങളുടെ വീടിന്റെ അടുത്ത്. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിന്റെ മണ്ടയ്ക്ക് കയറുന്നത് കേട്ടോ. അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് ഉമ്മിക്കുന്ന് മല എന്നാണ്. ഇപ്പം വേണ്ട ഇതെല്ലാം കൈതയൊക്കെ വെക്കാൻ വേണ്ടി എല്ലാം വെട്ടി നല്ല അടിപൊളിയാക്കി. നേരത്തെ മൊത്തം മരമായിരുന്നു കേട്ടോ, മരം ഇടയ്ക്ക് തീപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വിഷയമൊക്കെ ആയിരുന്ന സ്ഥലമാണ്. അപ്പം കഴിച്ചാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ തിരുവല്ല ബിലീവേഴ്സ് ഒക്കെ കാണാം കേട്ടോ. ബിലീവേഴ്സ് ഹോസ്പിറ്റൽ കാണാം, അങ്ങനെ അങ്ങോട്ടുള്ള ഫ്ലാറ്റും കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ ചോയ്സ് സ്കൂൾ, ഞങ്ങളുടെ അടുത്തുള്ള ചോയ്സ് സ്കൂളാണ് വേണ്ട കൈസ് എന്റെ പുറകിലുണ്ട് ആ കാണുന്നത്. അടിപൊളി അടിപൊളി. അപ്പൊ ഞങ്ങൾ മേളോട്ടൊന്ന് നടന്ന് കയറി നോക്കട്ടെ. സൂപ്പർ അല്ലേ? വണ്ടി ഇതിന് മേളിൽ കയറൂടാ മോനെ, പൊളി. അപ്പൊ കൈസ് ഇതിന് മുമ്പോട്ട് ഞങ്ങൾ നടക്കും കേട്ടോ. അപ്പൊ വണ്ടി ഇവിടെ വെച്ച് ബാക്കി അങ്ങോട്ട് നടന്നു പോകണം. ഇതെല്ലാം ഈ കൈത വെക്കുന്നതിന് മുമ്പ് മൊത്തം തീ പിടിച്ചു പോയതാ കേട്ടോ. അതുപോലെ കമ്പും റബ്ബറും എല്ലാം ആയിരുന്നു. ഇതെല്ലാം കണ്ടോ തീ പിടിച്ച് മൊത്തം കത്തിപ്പോയതാണ്. ഫയർഫോഴ്സ് ഒക്കെ വന്ന് നാട്ടുകാരെല്ലാം കൂടിയാണ് തീയെല്ലാം അണച്ചത് കേട്ടോ. നമ്മുടെ വണ്ടി നിൽക്കുന്നുണ്ട് നമ്മുടെ ഗൈസ്. മേളോട്ട് കയറുമ്പോൾ ഞങ്ങളുടെ സ്ഥലം ഇത്ര സൗന്ദര്യമുള്ള സ്ഥലമാണെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് കണ്ടേ. വാ നോക്കിയേ, അടിപൊളി. സത്യമല്ലേ, പട്ടം പറത്തിക്കാൻ പറ്റിയ സെറ്റപ്പായിരുന്നു കേട്ടോ. ഇഷ്ടമുണ്ട് നമ്മുടെ വണ്ടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അടിപൊളി. അപ്പോൾ ഈ സ്ഥലം ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ വീട്ടിലെ അമ്മയൊക്കെ നമ്മളെ ചോറ് കഴിക്കാനൊക്കെ ഞങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ. ആ സമയത്ത് ഇവിടെ കുറുക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വൈകിട്ട് എവിടെ അങ്ങോട്ട് പോവാം.
അതിലാണോ വഴി? അതേ ഉള്ളു. അപ്പം കുറുക്കനൊക്കെ വൈകിട്ടൊക്കെ സന്ധ്യാസമയമൊക്കെ ആകുമ്പം കുറുക്കൻ കൂവും. അപ്പം ആ സമയത്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാൽ നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടൊക്കെ ഇരുന്നത്. അന്ന് പക്ഷേ ഇത് മൊത്തം കാടായിരുന്നു. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം ഞാൻ എൻ്റെ സെൻറ്റർ നിന്നിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം അടിപൊളി, സൂപ്പർ. ഈ വീഡിയോ കണ്ടിട്ട് മിക്കവാറും നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് ഇതൊക്കെ വെട്ടി എല്ലാം കഴിഞ്ഞപ്പോൾ ആളൊക്കെ കയറാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ നമ്മൾ താഴെ നോക്കുമ്പോൾ ഭയങ്കര ചൂടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളിപ്പം വന്ന സമയമാണെങ്കിൽ തന്നെ ഒരു ഇപ്പോൾ സമയം എത്ര ചേട്ടാ? വൈകുന്നേരം സമയം വരണം കേട്ടോ. വൈകുന്നേരം സമയം വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ആ മീൻസ് എത്ര എന്താ നാലര സമയത്തൊക്കെ വന്നാൽ ഇതുപോലെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടും. ഇപ്പം കഴിച്ച് ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടോ. അവിടെ പള്ളിയും കാര്യങ്ങളും മലയൊക്കെ കണ്ട് ഒരു രക്ഷയില്ല. തമിഴ്നാടൊക്കെ പോയ ഒരു ഫീലാണ്. മലയൊക്കെ കാണും. ഈ കുന്നൊക്കെ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഉള്ളതാണോ? ഇത് നമ്മൾ കറക്റ്റ് ഈ വരമ്പേ കൂടെ നടക്കണം. കൈതയുടെ മുള്ളെല്ലാം മുട്ട എല്ലാം കൊണ്ട് കയറി. അടിപൊളി. നമുക്ക് എൻ്റെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് ആ ഐതിഹ്യം പറയാം. ആണോ സന്തോഷേട്ടാ? സന്തോഷേട്ടൻ അറിയാം ഇവിടുത്തെ ഐതിഹ്യം? ഞാൻ അടുത്തോട്ട് വരാം. ഞാൻ അടുത്തോട്ട് വരാം. സന്തോഷം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. പ്രായത്തിൽ മൂത്ത ആളും ഈ കൂട്ടത്തിലെ തല മുതിർന്ന മുടിയില്ലാത്ത ആളും. അപ്പം ഗൈസ് കണ്ടോ, ഇപ്പം എന്താ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഇത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം നമുക്ക് സന്തോഷേട്ടൻ പറഞ്ഞു തരും കേട്ടോ. സന്തോഷേട്ടാ പറഞ്ഞു ഐതിഹ്യം, നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഇത് ചെറുപ്പകാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള ഈ വനവാസക്കാലത്ത് പഞ്ചപാണ്ഡവര് വനവാസത്തിന് പോയ സമയത്ത് അവർക്ക് കഞ്ഞി വെക്കാനായിട്ട് നെല്ല് കുത്തി ഉമി പാറ്റി ഉണ്ടായ മല, ഈ നെല്ല് കുത്തി അതിന്റെ ഉമി കൂട്ടിയിട്ടുണ്ടായ മലയായെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം ഇതിന് വേറെ ഉദാഹരണമുണ്ട്. നമ്മുടെ തൃക്കുടി ഗുഹാക്ഷേത്രമുണ്ട്. അവരും അവിടെ താമസിച്ചിട്ടുള്ളതാണെന്നും കാൽപ്പാടുകളുണ്ടെന്നും ഒക്കെ പറഞ്ഞ പാറപ്പുറത്തെ, അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായത്. അപ്പം കൈസ് അതാണ്. അപ്പം പഞ്ചപാണ്ഡവന്മാര് പണ്ട് വനവാസ കാലത്ത് അവര് ആരും അറിയാതെ അവരിങ്ങനെ വന്ന് താമസിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് അവർ കഴിക്കാൻ വേണ്ടി നെല്ല് കുത്തി ഉമിയാക്കി. അപ്പോൾ ആ ഉമി വീണ് കിടന്നിട്ട് ഉമി പാറ്റിയെടുത്ത് അത് കൂനയായിട്ട് കിടന്ന ആ ഒരു സ്ഥലമാണിത്. ഇതിപ്പോൾ അറിയപ്പെടുന്നത് ഉമിക്കുന്നുമല എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ നമ്മുടെ കവിയൂർ ഗുഹാക്ഷേത്രം ഞാൻ നേരത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോക്കകത്തൊക്കെ നോക്കിയാൽ കാണാം. അതും പാണ്ഡവന്മാർ വന്ന് താമസിച്ചിട്ട് പോയ ഗുഹാക്ഷേത്രം കാര്യങ്ങളാണ്. പിന്നെ അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടൊരു സാധനമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒത്തിരി ഇതുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഇവന്മാരൊക്കെ ഇവിടെ വന്ന് കയറിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ അന്നും ഈ കാട്ടുകൈതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, കാട്ടുകൈത. അപ്പൊ ഇവന്മാരെല്ലാം കൂടെ കയറി വന്നിട്ട് കുറുക്കനുണ്ട്. കേട്ടുണ്ടോ കാട്ടുകൈത? മറ്റേ ഇവന്മാര് ആരാണ്ടൊക്കെ പിള്ളേർ വന്ന് കയറിയിട്ടുണ്ടല്ലോ കേസ്. അപ്പൊ ഇവിടെ കണ്ട ഈ കൈതച്ചക്ക ഇവന്മാര് പറിച്ച് തിന്നതിന് ശേഷം നാക്കിൽ കൂടെ ചോര വന്നെന്നും ചോര വന്നിട്ട് ഇവന്മാരൊക്കെ ഓടി വീട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് എപ്പോഴും ഒരു പേടിയാ മനസ്സിൽ കേട്ടോ. ആ ഒരു സമയത്ത് എല്ലാം എപ്പോഴും ഉമിക്കുന്ന പോലെ എന്നൊക്കെ പറയുമ്പോഴത്തേന് മനസ്സിൽ തന്നെ ഒരു പെട്ടെന്നൊരു ഭയം കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഗൈസ്, അപ്പൊ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു ഐതിഹ്യം ഞാൻ പറയാം. അപ്പം ഗൈസ്, നമ്മൾ ഈ ആട് സിനിമയ്ക്കകത്തൊക്കെ ഒരു നീലക്കൊടുവേലി എന്ന് പറഞ്ഞ ഒരു ചെടിയെ കുറിച്ച് കേട്ടോ. ഒരു ഔഷധ ചെടിയാണ്. അപ്പൊ അതുകൊണ്ട് വെച്ചാൽ നമ്മുടെ വീട്ടിലും അല്ലെ അതുകൊണ്ട് വെക്കുന്ന അത് ഇരിക്കുന്ന സ്ഥലമൊക്കെ സമ്പന്നമാവുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ നീലക്കൊടുവേലി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ഉമിക്കുന്നുമലയിൽ ഒരു കിണറുണ്ടായിരുന്നു. അപ്പൊ ആ കിണറ്റിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് വിശ്വസിക്കുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഒരു ബ്രാഹ്മണനായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഒരാൾ ഇറങ്ങുകയും ആ പുള്ളി എടുക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തടുത്ത് ചെല്ലുമ്പോൾ കിണറിന്റെ ആഴം കൂടി പോവുകയും അവസാനം പുള്ളിക്ക് കയറാൻ പറ്റാതെയും വന്നു. അപ്പോൾ അങ്ങനെ ആ പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് ഒരു നേർച്ച നേരുകയുണ്ടായി. അപ്പോൾ അങ്ങനെ പുള്ളി ആ നേർച്ച നമ്മുടെ കവീരമ്പലവും നമ്മുടെ ഇവിടുത്തെ മടത്തിക്കാവ് അമ്പലത്തേക്കാണ്. അപ്പോൾ അങ്ങനെ നേർച്ച നേർന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്ക് ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയെന്നൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാണ് നമുക്കറിയാവുന്ന വേറൊരു ഐതിഹ്യം. പിന്നെ നമ്മുടെ പഞ്ചപാണ്ഡവന്മാരുടെ സന്തോഷേട്ടൻ പറഞ്ഞ പോലെയുള്ള ഐതിഹ്യവും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഏതായാലും ഇപ്പോഴാണ് ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് കയറാൻ നമുക്ക് പറ്റിയത്. ഇപ്പോഴും ഫാമിലി ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലും വന്ന് വൈകിട്ടൊക്കെ പിള്ളേരൊക്കെ ആയിട്ടൊക്കെ വന്ന് ഇരിക്കാനുള്ളതൊക്കെ പറ്റും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ ഈ കൈതയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നടന്നു വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ താഴെ വരെയൊക്കെ നമുക്ക് സുഖമായിട്ടൊക്കെ വരാം.
അപ്പം ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അതായത് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഇറങ്ങാം. അപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി താഴെ ആയിരിക്കുന്നത്. ഇനി അവിടുന്ന് വണ്ടിയിൽ ഇറങ്ങി പോകുന്നതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. നമ്മരെല്ലാം ഇറങ്ങി വരും. ഗൈസ്, നീതി കിട്ടി ഗൈസ്, നീതി കിട്ടി. കാണിച്ചേ. ആണോ? ഇതിന്റെ ഉണ്ട്, വേറെ ഉണ്ട്. ആ സെയിം സാധനം ഗൈസ് കണ്ടതേ. ഇവിടെ നിന്ന് ഇപ്പം കിട്ടിയ ഒരു കോയിനാണ് ഇത്. തന്നെ തിരുവിതാംകൂർ ഇവിടെ കിടന്ന് കിട്ടിയതാ. തിരുവിതാംകൂർ ഭരണകാലത്തെ കോയിനാണെന്നാണ് വിഷയം പറയുന്നത്. എടേ കണ്ടോടാ, ഇവിടെ കിടന്ന് പഴയ കോയിൻ കിട്ടി. പഴയ കോയിൻ. നോക്ക് നോക്ക് ചരണ്ടിക്ക്. അത് കുഴപ്പമില്ല അല്ലേ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കഴുകി നോക്കാം അല്ലേ. ഇത് കണ്ടതേ, അങ്ങനത്തെ ഒരു ചിഹ്നമുണ്ട്, പഴയ കോയിനാ. അപ്പുറം കാണിച്ച്. ഇറങ്ങി പോകാൻ പോവാണ് കേട്ടോ. കയറിയതിനേക്കാളിലും ടാസ്ക് ആയിരിക്കും ഇറങ്ങുന്ന കാര്യം. എന്നുവെച്ചാൽ നല്ല ചരലും ഗ്രാവലൊക്കെ ഉണ്ട്. അപ്പം ബ്രേക്കിൻ്റെ കാര്യം അങ്ങനെ ഒന്നും അറിയും. ഞങ്ങൾക്ക് കുറേ ഇറങ്ങിപ്പോ വേറെ അവനെ അവളാം പോട്ടെ. എവിടെ പോകണ്ട കുറേ ഒന്ന് ഇടിക്കാനാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ടയർ ഉള്ളതുകൊണ്ട് ഇവിടാണ് ജാസ്തി. ഇവിടെ മൊത്തം ഇളകി കിടക്കും. നമ്മുടെ കൂടെ ലോഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇറങ്ങാൻ നേരത്താണ് നമുക്കൊരു കോയിനും കാര്യം കിട്ടി. അതായത് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അത് കഴുകി നോക്കും കേട്ടോ. കഴുകി നോക്കിയിട്ടാണെങ്കിൽ അതൊരു ഭയങ്കര സംഭവം തന്നെ ആയിരിക്കും കേട്ടോ. അത് ഇവിടുന്ന് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ കിട്ടുമെന്ന് പറയുമ്പോൾ അത് വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. അവിടെ കിട്ടിയ കോയിനാ ചാത്തനായിരിക്കും, വേറെ മണിയൊന്നുമില്ല. കൂടോത്ര എന്നൊക്കെ പറയുന്നത് ഗൈസ്. പക്ഷെ അതിന്റെ ചിഹ്നം മാഞ്ഞു വന്നേ. ഇപ്പം ഗൈസ് വേണ്ട കണ്ടോ. അപ്പം ഞങ്ങൾ ഒരുവിധം ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഉപ്പും നമ്മുടെ പിന്നെ നമ്മുടെ കുടംപുളിയോ
വാളംപുളിയൊക്കെ ഇട്ടിട്ട് ഒരു വിധത്തിൽ അത് ഈ ഒരു കളറിലാക്കി